വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നാട്ടിലെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാലേ നല്ല രസമായിരുന്നു. ടിവിയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഇലക്ഷൻ പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ഫൺ ടൈം പാസ് കാര്യങ്ങളായിരുന്നേ. നമ്മുടെ അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പതിവ് പോലെ 5:30 കഴിഞ്ഞപ്പോൾ നമ്മൾ ദേ കിച്ചണിലേക്ക് പോവാണ്. 6 മണിക്കും കൂടെ ഒരു അലാം വെച്ചിട്ടുണ്ടേ. അതിൽ നമ്മുടെ രാഖി അങ്കു എഴുന്നേക്കും. നമ്മളപ്പോഴത്തേക്ക് പോയൊന്ന് പ്രിപ്പയർ ആവണ്ടേ. രാവിലെ എഴുന്നേക്കുന്ന ആ ഒരു ക്ഷീണം ഉണ്ടല്ലോ, അത് കുറച്ച് നേരം ഒന്ന് വെള്ളം കുടിച്ചിരുന്നാലേ എനിക്ക് മാറത്തുള്ളൂ. അങ്ങനെ വന്ന് ദേ 5:51 നമ്മുടെ പരിപാടികളിലേക്ക് കടക്കാം. നല്ല മണം കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ രാത്രിയിൽ പൈനാപ്പിൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക മണം നമുക്ക് എനർജി തരുന്നൊരു മണമായിട്ട് തോന്നി. ടിഫിനിലേക്ക് ഇതേ അമൂലിൻ്റെ ഡൈസ്ഡ് ചീസ് എടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉരുക്കി അതിൻ്റെ പുറത്തോട്ട് പാസ്ത മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 2-3 പീസ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തൊന്ന് അടച്ച് ഇടയ്ക്ക് ഒരു ഓംലെറ്റ് പോലെ, ജസ്റ്റ് ഓംലെറ്റ് എന്നല്ല ബുൾസൈ തിരിച്ചിട്ടിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വയറ് നിറയുകയും ചെയ്യും. അവനിഷ്ടമോ അങ്കൂന്. അപ്പം അതാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ബ്രേക്കിനായിട്ട് കുറച്ച് കാഷ്യൂസും നമ്മുടെ ആപ്പിൾ സ്ലൈസസും അങ്ങനെ ടിഫിൻ ബോക്സ് റെഡിയാക്കി. ശരിക്കും സാൻഡ്വിച്ച് ഒന്നും ഉണ്ടാക്കാൻ വലിയ ടൈമൊന്നും എടുക്കത്തില്ല. ഒരു കഥ എന്താണെന്ന് വെച്ചാൽ ദേ നമ്മുടെ ചായ മുഴുവൻ തിളച്ച് തൂവി. ഒരു സെക്കൻഡ് എനിക്കറിയില്ല എങ്ങനെ പറ്റിയെന്ന്, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്. ഞാൻ അടുത്ത് തന്നെ നിന്നെയാണേ, എങ്ങനെ പോയി എന്നറിയത്തില്ല. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്കു ദേ റെഡിയായി വന്നു. പുതിയ യൂണിഫോം കുറച്ച് നീളം കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ അങ്ങ് ഫിറ്റ് ആവുന്ന രീതിയിലാകും. അതുകൊണ്ട് കുറച്ച് വലുതാണ് വാങ്ങിച്ചത്. കാരണം പിള്ളേർക്ക് നമ്മൾ ആ കറക്റ്റ് സൈസ് വാങ്ങിച്ചാൽ അത്ര ശരിയാവത്തില്ല. നമ്മളെ പോലെ അല്ലല്ലോ, അവർ വളർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നീളവും വീതിയും വണ്ണവും ഒക്കെ വ്യത്യാസം വരത്തില്ലേ. അങ്കു അങ്ങനെ സ്കൂളിൽ പോയി. അപ്പോൾ ചായ വീണ ഇരട്ടിപ്പണിയായിരുന്നു ഇന്നത്തെ ദിവസം. രാഖയുടെ ബ്രേക്ക്ഫാസ്റ്റ് ദേ പാല്, മുസ്ലി, പഴം ഇതെല്ലാം കൂടെ സെറ്റാക്കിയിട്ട് ഒരു ബൗള് മുഴുവനില്ല കേട്ടോ, മുക്കാൽ. ഇത് കുറച്ച് വലിയ ബൗളാണ്. രാവിലെ രാഖി നല്ല ധൃതിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണെങ്കിൽ പെട്ടെന്ന് കഴിച്ചുകൊണ്ടും പോവാമല്ലോ. ഇത് കണ്ടോ നിങ്ങൾ, കളറ് പറ്റിയത് എൻ്റെ കയ്യിൽ. അതെങ്ങനെ പറ്റിയെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കല്യാണ ലെറ്റർ കാണിച്ചു തരാം കേട്ടോ. നല്ല കളർഫുള്ളാണ്. നമ്മുടെ നാട്ടിൽ എനിക്കൊന്നും ഇത്രയും കളർഫുള്ളല്ല, കുറച്ചും കൂടെ സിമ്പിൾ അല്ലേ. ഇവിടെ നല്ല ഇടിവെട്ട് കളർഫുൾ കല്യാണ ലെറ്റേഴ്സാണ്, ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് ഉണ്ടല്ലോ. തലേ ദിവസം അപ്പം നമുക്ക് കല്യാണം വിളിക്കാൻ വന്നൊരു പാർട്ടി കൊണ്ടുവന്നു കേട്ടോ. പെൺകുട്ടിയുടെ പേര് ഭാവന, ആകാശ് തപസ് എന്ന ചെക്കൻ്റെ പേര്. അതിനകത്തു നിന്നാണ് നമ്മുടെ കളറ് പറ്റിയത്. ഈ കളറ് കണ്ടോ. അപ്പം ഞാൻ രാവിലെയാണ് ഇത് തുറന്നു നോക്കിയത്. രാത്രിയിലാണ് അവർ വന്നത്. രാവിലെ ഞാൻ കുറച്ച് വെള്ളത്തോടു കൂടിയാണ് തുറന്നത്. ബാക്ക് സൈഡിൽ ആ റെഡ് കളർ കണ്ടോ, അതാണ് ഈ സംഭവം. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി കൈ കഴുകിയിട്ടും പോകുന്നില്ല, അങ്ങനെ അങ്ങ് ഡൈ പോലെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക. ആദ്യം ഞാൻ സിമ്പിളായിട്ട് വെള്ളത്തിൽ കഴുകി പോയില്ല, പിന്നെ സോപ്പിട്ട് കഴുകി പോയില്ല, എണ്ണ തേച്ചു കഴുകി പോയില്ല, അങ്ങനെ കട്ടിക്കിരിക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ പോവായിരിക്കും. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ അകത്തോട്ട് പോവായിരിക്കും. അല്ല അതിപ്പോൾ എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതും വെച്ചുകൊണ്ടാണ് പിന്നെ പണികളൊക്കെ ചെയ്തത്. നമ്മുടെ പൈനാപ്പിൾ ദേ നല്ല മണത്തോടെ ഇരിപ്പുണ്ട്. പിന്നെ പപ്പായയും പഴവും ഇപ്പം നല്ല ഫ്രൂട്ട്സാണ് ഒരുവിധം വരുന്നത്. ആപ്പിളിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ബ്ലോഗുകളിലൊക്കെ പറഞ്ഞില്ലേ, നല്ല ആപ്പിളാണ് ഇപ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇതൊരു മധുരമാണെന്നറിയാവോ. ഞാൻ അധികം ആപ്പിൾ പ്രേമി ആയിരുന്നില്ല, പക്ഷെ ഇപ്പം ഞാൻ ഡെയിലി കഴിക്കും. എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു ഈ സീസണിലെ ആപ്പിൾ. നമ്മുടെ പൈനാപ്പിൾ ഞാൻ വട്ടത്തിലും ഇങ്ങനെ അരിഞ്ഞു വെച്ചു, പിന്നെ അല്ലാതെ കുഞ്ഞായിട്ടും അരിഞ്ഞു വെച്ചു. അപ്പോൾ കുഞ്ഞായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുക്കറിൽ പൈനാപ്പിളും പച്ചമുളകും, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി, ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ച് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കാൻ നോക്കി. അപ്പോൾ അങ്ങനെ ഉടഞ്ഞില്ലെങ്കിലും വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ തേങ്ങയും ജീരകവും കൂടെ അരച്ചൊഴിച്ചിട്ട് ലാസ്റ്റ് ആ മിക്സിയിൽ തന്നെ തൈരൊന്ന് കറക്കി അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ചൂട് ഒന്ന് ആക്കിയിട്ട് വറുത്തിടാം. ഉലുവയും കടുകും മുളകും കുറച്ച് മുളക് പൊടി, ഒരു കളർഫുൾ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ സംഭവം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ പോലെ തന്നെ വെക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ പൈനാപ്പിൾ പുളിശ്ശേരി. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഒന്ന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാബേജ് എല്ലാം കൂടെ ഇങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് ഞെവിടിയിട്ടിട്ടേ ഞാനൊന്ന് തോരനാക്കി എടുത്തു. ചോറ് വെച്ചു. ഇനി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. നല്ല കാറ്റാ നോക്കിയേ. ഇവിടെ ആന്ധിയുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഈ വർഷത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കാറ്റാണ്, നല്ല പൊടിയുള്ള കാറ്റാണ്. മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറുന്നുണ്ടെങ്കിലും മണ്ണ് അധികം നനവില്ല കേട്ടോ. കാരണം ഡ്രൈ ആയി പോകുന്നതുകൊണ്ട് പൊടി നല്ലതായിട്ട് അടിച്ച് കയറുന്നുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ വൃത്തിയായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും.
അധികം നമുക്ക് പൊടി കയറിയിട്ടില്ല. എന്തായാലും ആദ്യക്ക് ശേഷമാണ് നമ്മുടെ മെയ്ഡ് ഇന്ന് വന്നത്. പുള്ളിക്കാരി അപ്പോൾ തുടച്ചിട്ട് പോയിട്ട് ഞാൻ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയാക്കി എടുക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് വെണ്ടയ്ക്ക. ഒരു കൊഴുപ്പുണ്ടല്ലോ, അത് ആ എണ്ണയിലിട്ടൊന്ന് മാറിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് കുറേ സവാള ഇങ്ങനെ അരിഞ്ഞിടും. ഇനി ആ സവാള തുറന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് വാടിയെടുക്കത്തേ ഉള്ളൂ. കുറച്ചൊരു ക്രിസ്പിനെസ് നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതേ കാറ്റിൻ്റെ തുടർഭാഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചെറുതായിട്ട് മഴയും തൂളി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പോയി നമ്മുടെ പപ്പായ ഒന്ന് വെട്ടി നോക്കി. അകത്ത് കുറേ കുരുവുള്ള പപ്പായ. അപ്പോൾ അത് ഞാൻ പകുതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പകുതി ഇങ്ങനെ ഒന്ന് പീസ് ചെയ്ത് വെച്ചാൽ എനിക്കും രാക്കേക്കും ഇഷ്ടം. അങ്കു കഴിക്കത്തില്ല. അവൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണ് പപ്പായ. ഈ പപ്പായ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒട്ടും കയ്പും ഇല്ല, ഉപ്പ് രസവും ഒന്നുമില്ല, ചെറിയൊരു മധുരവും, നാടൻ പപ്പായയാണ്. അങ്കു ഇപ്പോൾ അതേ സ്കൂളൊക്കെ കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പോകാൻ ഇങ്ങനെ നിൽക്കുക. അതിന് മുന്നേ അവൻ്റെ എന്തോ ഒരു പ്ലെയിൻ ഉണ്ടാക്കിയത്, സ്കൂളിൽ എങ്ങാണ്ട് ഇരുന്ന് ഉണ്ടാക്കിയത് കേട്ടോ. പഠിപ്പിച്ച സമയത്തായിരിക്കും. അതെന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് അഭ്യാസങ്ങളൊക്കെ എടുത്തിട്ട് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. ചെറുതായിട്ടൊന്ന് കളിച്ച് 7:30 ആകുമ്പോഴേ വരൂ. ഇനിയിപ്പോൾ ഈ ചൂടൊക്കെ തുടങ്ങാറാകുമ്പം സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആകുമ്പം സ്വിമ്മിങ്ങിന് വിടും ഞാൻ. കാരണം അവന് ഇഷ്ടമാണ് സ്വിമ്മിങ്. ബാഡ്മിൻ്റനും ഇഷ്ടം. പക്ഷേ ഞാൻ ഈ കൈ ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് ബാഡ്മിൻ്റനും ഇവിടെ ഇപ്പം നിർവാഹമില്ല. ഡിന്നർ ഞാൻ പുട്ടുണ്ടാക്കി വെച്ചു. പുട്ടിൻ്റെ കൂടെ കറുത്ത കടല രാവിലെ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായാലും എല്ലാം കൂടി ഒരുമിച്ച് കലക്കി ഞാൻ ഇങ്ങനെ അങ്ങ് നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലോട്ട് വെച്ച് വിസിൽ കേൾപ്പിച്ച് പിന്നെ തുറന്നിട്ട് കുറുക്കി ഇങ്ങനെ എടുക്കുക കേട്ടോ. പുട്ടിന് കുറച്ച് ചാറ് വേണമല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കടലക്കറി. പിന്നെ എനിക്ക് പറയാനുള്ളതേ, എന്നെ കഴിഞ്ഞ ദിവസം ഷോക്ക് അടിച്ചായിരുന്നു. ഷോക്ക് എന്ന് പറഞ്ഞൊരു നല്ലൊരു ഷോക്കാണ് അടിച്ചത്. വലിയ ശബ്ദവും തീയും പുകയൊക്കെ. ഇവിടെ ആരും ഇല്ലായിരുന്നു. ഒരാൾക്ക് ഓഫീസിലും പോയി, അങ്കു സ്കൂളിലും പോയി, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ടേബിൾ ലാമ്പ് അല്ലല്ലോ ദേ ഈ മൂലയിലിരിക്കുന്ന നമ്മുടെ ലാമ്പ്, ഈ സ്ഥലത്തു നിന്നാണ് നമുക്ക് ഷോക്ക് ഏറ്റത്. സംഭവം ആ വയറിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കുത്തി വെക്കാമെന്ന്. ഈ പകൽ എനിക്ക് എന്തോ തോന്നിയോ എന്തോ വെറുതെ ഒന്ന് കുത്തി വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഭയങ്കര ശബ്ദവും നല്ല രീതിയിൽ തീയും വന്നിട്ട് കാല് ചെരുപ്പിട്ടുകൊണ്ട് താഴെ കാലിൽ എനിക്കൊന്ന് തീ വന്ന് വീണില്ല. ആ രീതിയിൽ ഒരു ഗോളം പോകുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. എനിക്കറിയത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോധം, അതായത് ബ്ലാക്ക് ഔട്ട് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അങ്ങോട്ട് പാസ് ഔട്ടായി അങ്ങനെ വീണയല്ല. എനിക്ക് പെട്ടെന്ന് എന്തോ നമുക്ക് ഈ ഷോക്ക് അടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയില്ലേ. സംഭവം വെച്ചാൽ ആ വയറ് കണ്ടോ, ആ വയറിൻ്റെ അറ്റത്തൊരു പ്ലഗ് അത് വിട്ടുപോയി. ആ ഒരു സ്പ്രെഡായിട്ട് ആ സൈഡിലോട്ട് നോക്കിയേ കണ്ടോ, അതിങ്ങനെ പൊട്ടി. എനിക്കറിയത്തില്ല, അത്രയും ഭാഗം തേഞ്ഞു പോയി. ആ രീതിയിലായിരുന്നു ഷോക്ക് വന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രിപ്പ് ആവും ഇവിടെ. അപ്പോൾ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഉടനെ തന്നെ ഞാൻ ഓർമ്മ വന്നിട്ട് രാക്കനെ വിളിച്ച് ഉടനെ തന്നെ നമ്മുടെ ഇലക്ട്രീഷ്യനും വന്നു. പുള്ളി വീണ്ടും അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് പ്ലഗ് തന്നാൽ മതി. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേ അത് ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്തായാലും വന്ന് റെഡിയാക്കി, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ചെക്ക് ചെയ്ത് കേട്ടോ. ആ വയറിൽ നിന്ന് ആ പ്ലഗ് തെറിച്ച് പോയിട്ടുള്ള അപകടമായിരുന്നു. എന്തായാലും രക്ഷപ്പെട്ടു. ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് എന്തൊക്കെ ഭാവങ്ങളാണ് ഒരു ദിവസം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണേ. ഒത്തിരി സ്നേഹത്തോടെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.